മൈസൂർ യാത്രയില് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ഈ ഒരു പാലസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. 14ാം നൂറ്റാണ്ടില് വോഡയാർ രാജവംശമാണ് ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. 1897 ഒരു വിവാഹ ആഘോഷത്തിന്റെ ഇടെ തീ പിടിക്കുകയും ഈ കൊട്ടാരം മുഴുവനായി കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് 1927 നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഒരു കൊട്ടാരത്തിന്റെ പണി മുഴുവനായി പൂർത്തിയായത്. ഇന്ന് ഈ ഒരു മൈസൂർ പാലസ് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഒരു വർഷം 27 ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. രാവിലെ 10 മണി മുതൽ ഈവനിങ് 5:30 വരെയാണ് ഇവിടെ വിസിറ്റിങ്ങിനുള്ള ടൈം. അങ്ങനെ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് ശുക്രവനം എന്ന പേരിലുള്ള ഒരു ബേർഡ്സ് പാർക്കിലേക്കാണ്. ഇവിടെ 468 ഇനങ്ങളുള്ള ആയിരക്കണക്കിന് പക്ഷികളാണുള്ളത്. അതിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് പക്ഷികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുത്തെ വിശേഷങ്ങൾ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് തിരിച്ച് ബസ്സിൽ കയറി. പിന്നെ നമ്മൾ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. അങ്ങനെ പാട്ടും ഡാൻസും വിശേഷങ്ങളൊക്കെ ആയി നമ്മളുടെ മൈസൂർ ട്രിപ്പ് അവസാനിച്ചു. അപ്പൊ ശരി.